ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 79, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകമോരകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ഖനു ഗമിഷ്യതി ചന്ദ്രമുഖീദിത്താം സരസമധ്യേ കരേണ ഹരൻ ക്ഷണാൻ സമതിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിദതോ നിനദോ ദിശാം. അന്വയം, അർത്ഥം. ചന്ദ്രമുഖി, ചന്ദ്രനെപ്പോലെ മനോഹരമായ മുഖമുള്ളവളെ. ഖനു, എവിടേക്കാണ്? ഗമിഷ്യതി, നീ പോകുന്നത്. ഇതി, ഇപ്രകാരം പറഞ്ഞിട്ട്. ത്വം, അങ്ങേ. സരസം, അനുരാഗത്തോടു കൂടുംവണ്ണം. ഏത്യ, അടുക്കലെത്തി. ക്ഷണാൻ, വേഗത്തിൽ. താം, അവളെ. കരേണ, കൈകൊണ്ട്. ഹരൻ, പിടിച്ചിട്ട്. രഥം, രഥത്തിൽ. സമതിരോപ്യ, കയറ്റിയിട്ട്. അപാഹൃത, അപഹരിച്ചു കൊണ്ടുപോയി. തഥാ, അതിനാൽ. ഭുവി, ഭൂമിയിൽ. ദിശാം, ശത്രുക്കളുടെ. നിനദ, ശബ്ദം. വിദത, പരന്നു. ഹരിവു. സാരം. സുന്ദരി രുക്മിണി, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചിട്ട് ഭഗവാൻ രാഗപൂർവം അവളുടെ അടുത്ത് ചെന്ന് അവളെ തേരിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ശത്രുരാജാക്കന്മാർ ശബ്ദകോലാഹലത്തോടുകൂടി കൃഷ്ണന്റെ പിന്നാലെ പാഞ്ഞു ചെന്നു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. കുനൂഗത പശുപാലയിതി കൃത കൃതരണായധുവിച്ചജിത നൃപാകാം നദൂഭവാനുദജാല്യദാതൈരഹോ വിശുനകൈശുനകൈരിവഹയസരി. അന്വയം, അർത്ഥം. പശുപാല, യാദവൻ. ഖനൂഗത, എവിടെ ഗതനായി. ഇതി, പ്രകാരം പറഞ്ഞുകൊണ്ട്. നൃപാക, രാജാക്കന്മാർ. ക്രുധ, കോപത്തോടുകൂടി ഓടിയടുത്തു. കൃതരണ, യുദ്ധം ചെയ്യുന്നവനായി. യദുഭി, യാദവന്മാരാൽ. ജിതാഹ, ജയിക്കപ്പെട്ടവരായ. ഭവാൻ, അവിടുന്നാകട്ടെ. വിശുനുകൈ, നീചന്മാരായ. തൈ, അവരാൽ. ശുനകൈ, ശ്വാക്കളാൽ. കേസരി ഇവ, സിംഹം എന്ന പോലെ. ന ഉദചാല്യത, ഇളക്കപ്പെട്ടില്ല. അഹോ, ആശ്ചര്യം തന്നെ. ഹരിവു. സാരം. കേവലം പശുവൻ എന്നധിക്ഷേപിച്ചു ഭഗവാന്റെ പിന്നാലെ പാഞ്ഞെത്തി അടരാടിയ ജരാസന്ധാദികളായ രാജാക്കന്മാരെയെല്ലാം ബലരാമന്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം നിശേഷം പരാജയപ്പെടുത്തി. കുറെ പട്ടികൾ ചേർന്ന് നിന്നാൽ സിംഹത്തിനെന്താണ്? അവന് ഇളകുകയില്ല. അതുപോലെ ഭഗവാനെ ഇളക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹരിവു.